പാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണല്ലേ ഇത്തെ. ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയിലുള്ള പാട്ടാണ് ഇത്. പാടിയിട്ടുള്ളത് ശ്രീകുമാർ സാറാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പാടാം. ഇത് മെയിൽ വോയിസ് പാടിയെന്ന് വിചാരിച്ചിട്ട് മെയിൽ വോയിസിന് മാത്രമേ പാടാൻ പറ്റൂ എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും പാടാം. അതേപോലെ കുട്ടികൾക്കൊക്കെ പാടാം. അതിൻ്റെ കുറച്ച് ഫസ്റ്റിൽ കുറച്ച് വരികളൊക്കെ ഇല്ലേ, എന്ത് രസമായിട്ടാണ് പാടിയതല്ലേ കുട്ടികൾ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നും ആ പാട്ടിനോട്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് ഹിറ്റായത്. അപ്പോൾ നമുക്കത് പാടി നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഈ ഒരു പാട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. നമ്മുടെ ചാനലിൽ ഇടുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ കുറേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒരുപാട് നല്ല നല്ല വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വരികൾ വെച്ചിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ കുട്ടികൾ പാടുന്ന ചെറിയൊരു കോറസ് ഉണ്ട് ഈ പാട്ടിൻ്റെ ആദ്യം. അത് പാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാവരും പഠിക്കണം, കാരണം ഇപ്പോഴത്തെ ഹിറ്റ് പാട്ടാണ്. നിങ്ങൾക്ക് എവിടെ സ്റ്റേജിലൊക്കെ പാടാം. ഓക്കെ, സ്കൂൾ തുറന്നാലും അതേപോലെ നമ്മളെ നാട്ടിലുള്ള പരിപാടികളിലും കല്യാണത്തിനും ഒക്കെ പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. നമുക്കൊരു ഇഷ്ടം തോന്നുന്നൊരു പാട്ട് അല്ലേ. പിന്നെ ഈ പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. കാരണം നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ചില പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കാത്തത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് വൃത്തിയായിട്ട് എഴുതണം. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ് പാടി നോക്കാം. കുട്ടികൾ പാടുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് പാടി നോക്കാം. ഓക്കെ. ചെമ്പഴക്ക തൊണ്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പ് കുലയ്ക്കണതാര്, അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തോടുമാരാ, തൂവെളിച്ചം ചാറി വീണ മാമല ഞാനൊന്നു കണ്ടേ, ചിന്തമിഴിൽ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടണ കേട്ടേ. അതാണ് ആദ്യത്തെ ആ ഒരു കോറസ് എന്ന് പറയുന്നത്. അപ്പം അത് പാടാൻ വളരെ നമുക്ക് സിമ്പിളാണ്. ഞാൻ ഓരോ വരി വെച്ചിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ആദ്യം നമ്മളൊരു താളം, ഒരു നല്ലൊരു താളത്തിൽ അങ്ങനെ പോവുകയാണ് ആ പാട്ട്. ഓക്കെ, അപ്പോൾ ചെമ്പഴക്ക തൊണ്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്, നല്ല സന്തോഷമായിട്ട് ഒരു നല്ലൊരു ഹാപ്പി മൂഡിൽ വേണം അത് പാടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് താളം പോകുന്നത്? ലാലല്ലല്ല ലാലല്ലല്ല ലാലല്ലല്ല. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ട്യൂൺ പോകുന്നത്. അപ്പം നമ്മൾ ആ ലാലല്ല പാടിയപ്പോൾ എത്ര സിമ്പിളാണെന്ന് നോക്കിയത് പാടാൻ അല്ലേ. ചെമ്പഴുക്ക തൊണ്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട്, അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പാടിയ അതേ ഈണത്തിൽ തന്നെയാണ് താഴെയും പാടുന്നത്. ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പ് കുലയ്ക്കണതാര്, അവിടെയൊക്കെ ദാര് എന്ന് എടുക്കണം അവിടെയൊക്കെ കേട്ടോ. അപ്പം ആ ഒരു സ്റ്റൈലിൽ വേണം നിങ്ങളത് പാടിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൈൻസ് ആ ഒരു ട്യൂണിൽ പോകുന്നു. പിന്നെ അടുത്ത വരിയിലേക്ക് വരുമ്പോൾ അങ്ങ് തൊട്ടേ നോട്ട് ചെറുതായിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. സെയിം ട്യൂൺ അല്ല അവിടെ. നമ്മൾ മറ്റേത് ഒരേ ട്യൂണാണ് പാടിയത്. ഇവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങ് തൊട്ടേ എന്നാണ്. അങ്ങ് തൊട്ടേ ഇങ്ങു തൊട്ടേ. അവിടെ ഒന്നും വലിയ പാടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂണാണിത്. ഓക്കെ, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കുത്തോടു അക്കുത്തിക്കുത്തോടു. അതൊക്കെ ക്ലിയർ ആയിട്ട് പാടണം കേട്ടോ. അക്കുത്തിക്കുത്തോടു മാറാ, അവിടെ ഒരു കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട്. അക്കുത്തിക്കുത്തോ
എന്നാണ്. മാറാ തൂവെളിച്ചം തൂവെളിച്ചം എന്നാണ്. തൂവെളിച്ചം ചാറി വീണ് ചാറി ചാറി വീണ് മാമല മാമല ഞാനൊന്നു കണ്ടേ എന്നാണ്. തൂവെളിച്ചം ചാറി വീണ് മാമല ഞാനൊന്നു കണ്ടേ ചെന്തമിഴിൽ ചെന്തമിഴിൽ എന്നാണ്. ഓക്കെ, ആ നോട്ട് ശ്രദ്ധിച്ച് പാടണം. ചെന്തമിഴിൽ തേൻ കുടഞ്ഞേ ചെന്തമിഴിൽ തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടണ പൂങ്കുയിൽ പാടണ പൂങ്കുയിൽ പാടണ കേട്ടേ കേട്ടേ എന്നാണ്. കേട്ടേ എന്നുള്ളത് പ്ലെയിൻ അല്ല. പൂങ്കുയിൽ പാടണ കേട്ടേ എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ആ ഒരു താളത്തിൽ അങ്ങനെ പോവാണ്. അവിടെ എത്തുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തിക്കുത്തോടു അക്കുത്തിക്കുത്തോടു എന്നാണ് പാടുന്നത്. അവിടെ നോട്ട് മുകളിലേക്ക് പതുക്കെ 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 കയറുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പാടണം. ഓക്കെ, അക്കുത്തിക്കുത്തോടു അവിടെ ഒരു കുഞ്ഞു സംഗതി കൊടുത്തിട്ടുണ്ട്, എന്നാണ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് ഓരോ വരികൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കി പഠിക്കണം. ഓരോ വേർഡ് നോക്കിയിട്ട് പഠിക്കണം. നമ്മൾ ഓരോ അക്ഷരങ്ങളും പറയുന്നതും ഓരോ വേർഡ് പറയുന്നതും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പാട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടാണ്. അതായത് നമുക്ക് ആവറേജ് പാടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വലിയ വലിയ സിംഗേഴ്സ് അല്ല, അത്യാവശ്യം എന്നാൽ പാടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെ പാടുന്ന ആളുകൾക്ക് പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ട് തന്നെയാണത്. ഓക്കെ, അപ്പം അത് നന്നായി നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. ചെന്തമിഴിൽ തേൻ കുടഞ്ഞേ തേൻ തേൻ കുടഞ്ഞേ എന്നാണേ. ചെന്തമിഴിൽ തേൻ കുടഞ്ഞേ. ഓക്കെ, പിന്നെ അടുത്ത വരി നോക്കിയേ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ്. ആ വരികൾ പാടുമ്പോൾ അത്രയും നന്നായി നമ്മൾ ശ്രദ്ധിച്ച് പാടണം. കാരണം ആ വരികളിലുള്ളൊരു ഭംഗി നോക്കിക്കേ. എന്തൊരു ചേലാണ് എന്ന് പാടുന്ന സമയത്ത് നമ്മളത് ഉള്ളിൽ നിന്ന് നമുക്ക് വരണത്. ഓക്കെ, ആ ഒരു ഭംഗി എന്താ പറയുക, എന്തൊരു ഭംഗിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ചേലെന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. അപ്പോൾ എന്തൊരു ചേലാണ്, ആ ഒരു ഭംഗി നമുക്ക് ഉള്ളിൽ നിന്നിങ്ങോട്ട് വരണം. ഓക്കെ, അപ്പോഴേ അത് കറക്റ്റ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. എന്തൊരു ചേലാണ്. അതേസമയം നമ്മൾ വെറുതെ എന്തൊരു ചേലാണ് എന്ന് പാടിയാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ലല്ലോ. എന്തൊരു ചേലാണ് എന്ന് പാടുമ്പോൾ കിട്ടുന്നില്ല. അതേസമയം എന്തൊരു ചേലാണ് എന്ന് വരുമ്പോൾ അത് കറക്റ്റ് ഫീൽ കിട്ടും അല്ലേ. അതേപോലെ നെഞ്ചിലെ നേരാണ്, അതേപോലെ തന്നെ അടുത്ത വരിയും പാടിയെടുക്കണം. നെഞ്ചിലെ നേരാണ് എന്ന് കൊണ്ടുവരണം. ഓക്കെ, അടുത്ത വരി നോക്കിയേ. എൻ്റെ കിനാവാണ് എന്നാണ്. എൻ്റെ എൻ്റെ കിനാവാണ് 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 എന്നുള്ളത് ചെറിയൊരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു ചെറിയൊരു ചാട്ടം. ഓക്കെ, എൻ്റെ കിനാവാണ് എന്തിനും 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 നീയാ എന്തിനും നീയാ നീയാ. അവിടെയും ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്, എന്തിനും നീയാണ്. ക്ലിയർ ആയോ? എൻ്റെ കിനാവാണ് എന്തിനും നീയാ നീയാണ്. ആ
അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫീൽ കിട്ടുകയുള്ളൂ. അങ്ങനെ തന്നെ പാടണം. കുറച്ച് ഉള്ളിൽ നിന്ന് നമ്മൾ ആ ശബ്ദം കുറച്ച് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരണം. എന്നിട്ടാണ് പാടേണ്ടത്. തുറന്നങ്ങ് പാടരുത്. ഓക്കെ, അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. ഇനി അടുത്തത് ഒരു ഹമ്മിങ് ആണ് അല്ലേ. അതെങ്ങനെയാണ്? എന്നാണ് അത്. കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞ് സംഗതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം പാടിയതിൻ്റെ ശേഷം എന്നാണ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ എന്നുള്ളത് ആ വെച്ച് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത് ക്ലിയർ ആയല്ലോ. എന്നാണ്. ഓക്കെ ഓക്കെ, അടുത്ത വരി നോക്കിക്കേ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻ കുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. അപ്പൊ നോക്കിയേ, വരികൾ നോക്കിയേ. കൺമണിപ്പൂവേ കൺമണി കൺമണിപ്പൂവേ പൂവേ എന്നെടുക്കണം കേട്ടോ. കൺമണിപ്പൂവേ കൺമണിപ്പൂവേ കണ്ണാടി കണ്ണാടി പൂവേ കണ്ണാ കണ്ണാ എന്നെടുക്കണം. അവിടെ വെറും കണ്ണാടി എന്നുള്ളത് കണ്ണാടി കണ്ണാടി എന്നാണ് പാടേണ്ടത്. ആ കാ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് കൊടുക്കണം. കണ്ണാടി പൂവേ പൂ. ആ പൂ എന്നുള്ളതും പൂവേ എന്നുള്ള പൂ എന്നുള്ള അക്ഷരവും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. പൂവേ, മനസ്സിലായോ? കൺമണിപ്പൂവേ, അവിടെയും കണ്ടോ പൂവേ എന്നുള്ളത്. ഓക്കെ, കൺമണിപ്പൂവേ എന്നാണ്, പൂ എന്നാണ് കൊടുക്കുന്നത്. കൺമണിപ്പൂവേ കണ്ണാടി കണ്ണാടി. ഓക്കെ, പൂവേ പൂ, മനസ്സിലായോ? അങ്ങനെ തള്ളി തള്ളി പാടി കൊടുക്കണം. അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഓരോ അക്ഷരവും ഏതാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കണിപ്പൂ കണി കണി എന്നാണ് പാടേണ്ടത്. കണിപ്പൂ പൂ. അവിടെയും കുഞ്ഞി സംഗതി കൊടുക്കുന്നുണ്ട്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ പൂ പൂവേ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത വരി നോക്കിയേ. മുറ്റമിതാകെ മുറ്റമിതാ താ എന്ന്, അവിടെ താ എന്നുള്ള അക്ഷരമാണ് നമ്മൾ തള്ളി കൊടുക്കുന്നത്. മുറ്റമിതാകെ താകെ ഒറ്റ ചാട്ടാണ്, ഒന്ന് ചാടിയിട്ട് വന്നാൽ മതി. ഓക്കെ, അവിടെ നമുക്ക് നീട്ടി കൊടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചാടി കൊടുക്കാം. ഓക്കെ, മുറ്റമിതാകെ പൂത്തു പൂത്തു നിന്നാട്ടെ നിന്നാ അവിടെയും ആ സംഗതി കൊടുക്കണം. നിന്നാട്ടെ. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിയേ. പുഞ്ചിരിക്കാറ്റേ പുഞ്ചിരിക്കാറ്റേ
കേട്ടോ. ഇത്രയും കുഞ്ഞു കുഞ്ഞു നോട്ട് അതിനകത്തുണ്ട്, അത് ശ്രദ്ധിക്കണം. നോട്ട് എന്ന് പറയാനല്ല, നമ്മൾ ആ പാടുന്ന ഒരു സ്റ്റൈലാണ്. അപ്പം അക്ഷരങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പുഷ് ചെയ്തിട്ട് പാടി കൊടുത്താൽ മതി. പുഞ്ചിരിക്കാറ്റേ പാറും 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 അല്ലല്ലോ, പാറും എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അത് പ്ലെയിനും ഈ ഒരു നോട്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പാറും പൂമ്പാറ്റേ പൂമ്പാ പൂമ്പാറ്റേ. ഓക്കെ, പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്ന കുരുന്നാറ്റേ കുരുന്ന. അവിടെ ആ ന എന്നുള്ളതും അവിടെ സംഗതി കൊടുത്തിട്ടുണ്ട്. കുരുന്നാറ്റേ നാറ്റേ എന്നാണ്. ക്ലിയർ? പിന്നെ ചക്കര ചക്കര മാവിൽ മാവിൽ എന്നാണ്. ചക്കര മാവിൽ ചാഞ്ഞിരുന്നാട്ടെ. ഇങ്ങനെയാണ്. ചക്കര മാവിൽ ചാഞ്ഞിരുന്നാട്ടെ എന്നാണ്. ആ മാവിൽ കഴിഞ്ഞിട്ട് ചാ ജസ്റ്റ് താഴത്തേക്ക് എടുത്തിട്ടാണ് പാടുന്നത്. ഓക്കെ, ചക്കര മാവിൽ ചാ. ഓക്കെ, അത്രയും താഴോട്ടേക്ക് വന്നിട്ടാണ് ചാഞ്ഞിരുന്നാട്ടെ എന്നാണ് പാടുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത വരി. കിളിപ്പൂമകളെ കിളിപ്പൂമകളെ നീ എന്നാണ് അവിടെ സംഗതി ഉണ്ട്. കിളിപ്പൂമകളെ നീയലിയും ആ നീയലിയും എന്നാണ്. മനസ്സിലായോ? കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് പൂന്തണലാണ് അവിടെയും ഒരു സംഗതി കൊടുക്കുന്നുണ്ട്. പൂ എന്നാണ്. പൂന്തണലാണ് എന്നാണ്. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി എന്നാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും മുള്ളെത്തി നമ്മളെ നോട്ട്. ഓക്കെ, ഇലക്കുമ്പിളിലായി പെയ്തു തരും. പിന്നെ അടുത്ത വരുന്നത് തേൻകുടമാണ് തേൻകുടമാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. ഇലക്കുമ്പിളിലായി എന്നാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. ഓക്കെ, തേൻകുടമാണ് എന്നാണ്. ഓക്കെ, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്. കിട്ടിയോ? ക്ലിയർ ആയല്ലോ അല്ലേ? ആലിവോടെ എന്നാണ്. ആ അലിവൊക്കെ ഇങ്ങനെ അലിവായിട്ട് തന്നെ നമുക്ക് തോന്നണം. ആലിവോടെ തൊടും സാന്ത്വനമാണ്. കണ്ടോ? സാന്ത്വനമാണ്. ഫീല് കിട്ടണം കേട്ടോ വരിയിൽ. സാന്ത്വനമാ എന്ന് തന്നെ പാടിയെടുക്കണം. സാന്ത്വനമാണ്. ഓക്കെ, ഇനി നമ്മളെ നോട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഉറക്കെ പാടണം. നല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹെഡ് വോയിസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചെടുത്ത് പാടണം കേട്ടോ. എല്ലാം കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ആ കറക്റ്റ് വോയിസ് നമുക്ക് കിട്ടുള്ളൂ. തുറന്ന് പാടാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പാടി നോക്കൂ. ശ്രദ്ധിച്ച് പാടണം. അതിൻ്റെ ശ്രുതി നോക്കിയേ. ഇതിലെ വാ കനവിലെ
കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമുക്കത് ഓരോ വരികളായിട്ട് നോക്കാം. നോക്കിയേ. ഇതിലേ വാ ഇതിലേ ഇതിലേ വാ വാ, ഇത്രയേ ഉള്ളൂ. ഇതിലേ ഇതിലേ വാ വാ. രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റത്തത് എങ്ങനെയാണ്? ഇതിലേ ഇതിലേ വാ, അതേ ഉള്ളൂ. രണ്ടാമത്തത് വരുമ്പോൾ ഇതിലേ ഇതിലേ വാ വാ, ഇത്രയും സംഗതിയുണ്ട്. ഓക്കെ, ഇനി കനവിലേ എന്നാണ്. അവിടെ ഒരു ജസ്റ്റ് ഒരു ചാട്ടമുണ്ട് അവിടെ. കനവിലേ എന്നാണ്. കനവിലേ കണ്ടോ? ചിറകു ചിറകുമായി മായി. ഓക്കെ, അടുത്ത വരുന്ന നോക്കിയേ. പകലിലേ, മനസ്സിലായോ? അവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു തിരമാല അല്ലേ, ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ കണ്ടാൽ മതി. എങ്ങനെ പാടും നമ്മൾ? പകലിലേ, കണ്ടോ? ഒരു ഫ്ലോയിൽ എങ്ങനെ പോവാണ്. പകലിലേ എന്നാണ്. വഴികളിൽ, അവിടെ ഒന്നുമില്ല. അവിടെ നിങ്ങൾ വേറെ ഒരുപാട് സംഗതികളൊന്നും അവിടെ കൊടുക്കാനില്ല. പിന്നെ അടുത്ത വരെ നോക്കി. വെയിലു പോ എന്നാണ്. അവിടെ വെയിലു വെയിലു പോ, അവിടെയും ജസ്റ്റ് ഒരു ഹമ്പ് ഉണ്ട്, ശ്രദ്ധിച്ച് ചാടണം കേട്ടോ. വെയിലു പോ എന്നാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ. രണ്ടാമത് നമ്മൾ പാടുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അവിടെ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ അവിടെ അങ്ങനെ പാടിയതിന് ശേഷമാണ് പിന്നെ അടുത്ത വരിയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിറിക്സ് ഞാൻ പറഞ്ഞല്ലോ, ലിറിക്സ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് മാത്രം അത് നോക്കി വായിച്ച് കേട്ട് പഠിക്കണം. ഓക്കെ, നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് പാടി നോക്കാം. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിടങ്ങാതെ മുത്തുമിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഇവ ചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൽ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്കത് ഓരോ വരികളായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ഹൈ ലെവലിലേക്ക് പോകുന്നുണ്ട് പാട്ട്. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് എന്നുള്ള ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഓരോ വരി വെച്ച് നോക്കി പഠിക്കാം. ഫസ്റ്റ് വരി നോക്കി. മുറ്റത്തൊരു കോണിൽ എന്നാണ്. നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് പാടണം. മുറ്റത്തൊരു കോണിൽ കോണിൽ എന്നാണ്. മുറ്റത്തൊരു കോണിൽ
പച്ചപ്പാനം പച്ചപ്പാനം വായിൽ വായിൽ എന്നാണ്. മുറ്റത്തൊരു കോണിൽ പച്ചപ്പാനം വായിൽ വായിൽ. ഓക്കെ, അതാണ് ആദ്യത്തെ വരി. ഇനി രണ്ടാമത്തെ വരി നോക്കിയാൽ ഇഷ്ടക്കുറുമ്പോടെ ഇഷ്ടക്കുറുമ്പോടെ. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ഫീൽ കൊടുത്തിട്ട് വേണം പാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നാലേ ആ ഒരു നമുക്ക് കേൾക്കുന്നവർക്ക് നല്ല ഫീൽ ഉണ്ടാവണ്ടേ. അപ്പം നമ്മൾ നല്ല ഫീലോട് കൂടി പാടി കൊടുക്കണം. ഇഷ്ടക്കുറുമ്പോടെ ബോടെ ചേർന്നിരിക്കാം ക്യാം. അവിടെ ഒരു കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട്, ക്യാം എന്നാണ്. ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. ഓക്കെ, അങ്ങനെ 2 വരികൾ. ഇനി അടുത്ത വരി നോക്കിയേ. മുത്തുക്കലമാനേ എന്നാണ്. മുത്തുക്കലമാനേ അവിടെ ജസ്റ്റ് പൊക്കിയെടുക്കുന്നുണ്ട്. തെറ്റിപ്പിണങ്ങാതെ എന്നാണ്. തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴി. അടുത്തത് വരുന്നത് ജസ്റ്റ് ഒരു ചിരി അവിടെ കൊടുക്കുന്നുണ്ട്. മുത്തുമിഴിയോടെ ഞാനിരിക്കാം എന്നാണ്. മുത്തുമിഴിയോടെ ഞാനിരിക്കാം. അവിടെ എത്തുന്നുണ്ട്, ഹൈ നോട്ടാണ്. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പാടുന്നത്. അതൊക്കെ ബാക്കിയുള്ളത് ഹൈ നോട്ടാണ്, ശ്രദ്ധിച്ച് പാടണം. ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പാടുക. ഒരു ദളം പോലെ ഇരുമനം ചേരും എന്നാണ്. ഒരു ദളം പോലെ. ഓക്കെ, ഒരു ദളം പോലെ എന്നാണ്. ഇരുമനം ചേരും. അടുത്ത വരി കുറച്ചും കൂടെ പോകുന്നുണ്ട്. നിങ്ങൾ ആഞ്ഞു പിടിച്ചോ, നന്നായി ശ്രദ്ധിച്ച് പാടണം. നിങ്ങൾ എൻ്റെ കൂടെ നന്നായിട്ട് ഹൈ പോർഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെഡ് വോയിസ് ഉപയോഗിക്കണം. എന്നിട്ട് നന്നായിട്ട് പിടിച്ചു. ഓക്കെ, അവിടെയാണ്. കഴിഞ്ഞിട്ടില്ല, അടുത്തതും കൂടെ ഹൈ ആണ്. അടുത്തത് എന്താണ്? എന്നാണ്. എന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ താഴോട്ട് അത് വലിക്കുകയാണ്. ഇത് കണ്ടേ നിൽക്കും മണിക്കുടിലിൽ കുടിലിൽ എന്നാണ്. മണിക്കുടിലിൽ. ഓക്കെ, ചുമരുകളിൽ ആ ചുമരുകളിൽ എന്നാണ്. ഓക്കെ, ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരി. അവിടെയും നമ്മൾ ചിരിച്ച് പാടണം. നിറം കുടഞ്ഞൊന്നു ചിരി എന്നാണ്. നിറം കുടഞ്ഞൊന്നു ചിരിക്കും. അവിടെ ചിരിക്കുന്നില്ലേ നമ്മൾ? അങ്ങനെയാണ് പാടേണ്ടത്.
നിറം കുടഞ്ഞൊന്നു ചിരിക്കും. അപ്പം അത് കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ എന്തൊരു ചേലാണ് എങ്ങനെയാ പാടുന്നത്? എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ്, ഇങ്ങനെയാണ് പാടുന്നത്. ഫസ്റ്റ് പാടിയ പോലെ അല്ല പാടുന്നത് കേട്ടോ, വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, കിളിപ്പൂ മകളെ നീ അലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലലയുവാൻ. ഇങ്ങനെയാണ് പാടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഓരോ വരികളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതെല്ലാവരും പഠിച്ചിരിക്കുക. ഇത് ഇന്ന ആളുകളെന്നൊന്നുമില്ല, ചെറിയ കുട്ടികളെന്നൊന്നുമില്ല, വലിയ ആളുകൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കാം. എന്തൊരു രസമുള്ള പാട്ടാണല്ലേ, നല്ല രസമുള്ള പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിച്ച് എല്ലാവരും സ്റ്റേജിലൊക്കെ പാടി തകർക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. നിങ്ങൾ പാടിയിട്ട് ആളുകൾ എങ്ങനെ അത് എന്താ പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.